Hello everyone, welcome to my channel. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് മമ്മിക്ക് കിച്ചണിൽ റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. സോ ഇന്ന് ഞങ്ങൾ രണ്ടാളാണ്. എൻ്റെ മാതാവേ, ഇന്ന് ഞങ്ങൾ രണ്ടാളാണ് കിച്ചൺ ഭരണം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ എന്താ ഉണ്ടാക്കണേന്ന് അറിയണ്ടേ? പറ കിറ്റി, പറ. തക്കാളി ചോറ്, ടൊമാറ്റോ റൈസ് ആണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തമിഴ്നാട് സ്പെഷ്യൽ ടൊമാറ്റോ റൈസ്. അപ്പൊ ആദ്യം തന്നെ നമ്മള് റൈസ് കഴുകി എടുക്കാണ് കേട്ടോ. അപ്പൊ കിറ്റ് നന്നായി തേച്ചരച്ച് കഴുകുന്നുണ്ട്. സവോള അരിയുമ്പോൾ കണ്ണരിയാത്തവരായി ആരുണ്ട്? ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു അരിഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യം കുറച്ച് സ്പൈസസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒനിയൻസ്, അതുപോലെ ടൊമാറ്റോ കുറേ വേണം, കാരണം ടൊമാറ്റോ റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില. ദാറ്റ്സ് ഇറ്റ്. ഗായ്സ്, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് നമ്മുടെ കുക്കർ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായിട്ട് വരുമ്പോൾ ബാക്കി സംഭവങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം സ്പൈസസ് ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് ഇടും. ഇത് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ നമ്മൾ ഇവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് സ്പൈസസ് ഇടാം. ഓടിക്കോ. സ്പൈസസ് ഇട്ടാൽ കിറ്റി അപ്പം തന്നെ ഓടുന്നതായിരിക്കും. സ്പൈസസ് നല്ലപോലെ ഒന്ന് ഇളക്കാം. സെറ്റായി വരുമ്പോൾ അപ്പം തന്നെ എണ്ണ ശരിക്കും ചൂടാവുന്നുള്ളൂ ഗൈസ്. ചെറിയൊരു അബദ്ധം പറ്റി, എണ്ണ ചൂടാക്കി ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ സ്പൈസസ് ഇട്ടു ഗൈസ്. ഇത്ര ചൂടായ മതി. കുറച്ച് ജിഞ്ചർ ഗാർലിക് കൂടി ആഡ് ചെയ്യാം. ഓടി ഓടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒണിയൻ ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ സ്മെല്ല് മാറി ഇപ്പം നല്ലൊരു ബിരിയാണി സ്മെൽ ഇപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്പൈസസ് ഇട്ട കാരണം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിലോട്ട് ഒണിയൻ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. പ്രൊഫഷണൽ. നമുക്കൊന്ന് കുത്തി കൊടുക്കാം. എല്ലാ സബോള ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ. ഇങ്ങനെ സെപ്പറേറ്റായി നിൽക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് വേവും. വേവല്ലോ, വഴള്ളും. മനസ്സിലായി, വഴണ്ട് വരും. എല്ലാവർക്കും മനസ്സിലായിണ്ട് എന്ത് ഉദ്ദേശിച്ചെന്ന്. ഗായ്സ്, നിങ്ങൾ എല്ലാവരും ഇത് അനുകരിക്കണം. അനുകരിക്കുക ഉണ്ടാക്കി നോക്കല്ലേ വേണ്ടേ? എല്ലാവരും ഉണ്ടാക്കുക. നമ്മുടെ സ്പെഷ്യൽ തമിഴ് സ്റ്റൈലാണ്. എൻ്റെ കൂട്ടുകാരിനെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി സെറ്റാക്കിയിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും തമിഴ്നാട്ടിലെ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തമിഴ് ടച്ച് ഉണ്ട്. തമിഴ് ടച്ച് ഉണ്ടെന്നല്ല, ഇത് നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ കുറച്ച് നാളായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് മറന്നുപോയി. ടച്ച് വിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഒന്നും കൂടി കുത്തിപ്പൊക്കിയത്. അതെ, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഈ റെസിപ്പി തമിഴ്നാട് സ്പെഷ്യലാണ്. ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും തമിഴ്നാട്ടിലാണ് പഠിച്ചത്. ഞാൻ കോയമ്പത്തൂരും, ഞാൻ ഈറോഡ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുപരിചിതമായ ഒരു ഡിഷാണത്. പക്ഷേ കാലമായതുകൊണ്ട് നമ്മൾ ആ ടച്ച് വിട്ടിട്ട് പോയിട്ട് ഇരിക്കുകയായിരുന്നു. ഇവിടെ സ്ഥിരം അവിടെ അതായിരുന്നു കുക്ക് ചെയ്തോണ്ടിരുന്നത്. പുറത്തൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങൾ ഫുൾ ടൈം തക്കാളി ചോറ്, തൈര് സാപ്പാട്. തൈര് സാപ്പാടാ? തൈര് സാധം, സോറി, ചെറുതായിട്ട് കട്ടില്ല അവിടെ. ഫ്രണ്ടായാണ് നമ്മുടെ റെസിപ്പി ഒന്ന് ബൃന്ദയാണ് എൻ്റെ കൂട്ടുകാരിയുടെ പേര്. അവളുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് കൊള്ളായാലില്ലെങ്കിലും നമ്മളെ വിളിച്ചിരിക്കും. സെറ്റായി വരുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, കണ്ടോളൂ. നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് വിസിലടിച്ചിട്ടും
ചെയ്യല്ല. നമ്മള് ഫ്രൈഡ് റൈസിനൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യാ. പക്ഷെ ടൊമാറ്റോ റൈസ് നമ്മൾ കുക്കറിൽ തന്നെ എത്ര വിസിലടിപ്പിക്കും? 3 ആയിരിക്കും. നമുക്ക് 2 അടിച്ചു നോക്കി നോക്കാം. നമുക്ക് ഇതിനെ വെച്ച് വലിയ അറിവില്ല, തിന്നിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കിയിട്ടുള്ള അറിവില്ല. അപ്പൊ അതുകൊണ്ട് 2 വിസിലല്ലേ, 2 വിസിലടിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. അടുത്തതായി നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോസ് ഇടുകയാണ്. കുറച്ചേരം ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ, ഒന്ന് വഴഞ്ഞ് വരട്ടെ. അപ്പം നമ്മുടെ ടൊമാറ്റോസ് ഒക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇടുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് ആണ് ഇട്ടോ ഇടണം. അപ്പൊ ശ്രദ്ധിച്ചിട്ടോ, ഇല്ലെങ്കിൽ പണി പാളും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞള്, കുറച്ച് മുളക് കുറച്ച് അധികം ഇടാം. കുറച്ച് സ്പൈസി ടൊമാറ്റോ റൈസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, മുളക്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഇതെല്ലാ പൊടികൾ ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ മല്ലി, എല്ലാ പൊടി കുറച്ച് ഇടാം. പിന്നെ ബിരിയാണി മസാല, ചിക്കൻ മസാല, അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും കേട്ടോ. നമ്മുടെ അതില്ലാത്തോണ്ട് ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. മാറോ ഇത് ഈ മസാലകൾ തികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് 4-7 പേർക്കുള്ള ഭക്ഷണമല്ല കാരണം കുറച്ചുകൂടി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റൈസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് മസാല കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസിലേക്കൊന്നും ആ മസാലകൾ പിടിക്കില്ല. അത് കാരണം കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്താ ആഡ് ചെയ്യണം? മിളകിനി വേണ്ട കേട്ടോ, എല്ലാ മസാലകളും കുറച്ചുകൂടി ആഡ് ചെയ്യും. മിളക് അത്യാവശ്യത്തിന് അതിനാണ് എൻ്റെ ചോറത്തിലേക്ക് ഇട്ടുവാണല്ലോ, അപ്പൊ അത് കാരണം നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. കുറച്ചുകൂടി മഞ്ഞള്, ഇവളെല്ലാം ഡബിളായി ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. മുളക്, ഇവൾക്ക് പ്രാന്തായി എന്നാ തോന്നണ ഗൈസ്. കുറച്ച് മല്ലി, കുറച്ച് ഗസാല, കുറച്ചിടാം. എന്തോ കാരണം നമ്മളെ റൈസ് ആഡ് ചെയ്യണോണ്ടേ. അപ്പൊ നേരത്തെ ഇത് ആലോചിച്ചില്ലേ ഇടുമ്പോ? ഞാനത്ര ആലോചിച്ചില്ല. നന്നായിട്ട് മസാല വേണം. നമ്മൾ ഫുഡ് കഴിക്കുന്ന നമുക്ക് തീരെ ഇല്ലാത്ത പോലെ തോന്നും. നന്നായിട്ടൊന്ന് സെറ്റ് ആവണത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ തന്നെയോ? നമ്മള് കുറച്ച് സ്പീഡ് കൂട്ടാം. കുറച്ചിടാനല്ല കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കരിയൂട്ടാ. സ്പീഡ് വേണം. വേറെ ടേസ്റ്റ് നോക്കി ഒന്നും ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട്. എല്ലാം ഉണ്ടാ? തിന്ന് തീർക്കരുത് പറയ്. മമ്മി എത്തി ഗൈസ്. അയ്യോ, മമ്മി മുടിയൊക്കെ കെട്ടിട്ടോ. എരി കൂടുതൽ ഞാൻ അപ്പളേ ഇവളോട് പറഞ്ഞതാ. നമ്മള് കുറച്ചധികം നന്നായിട്ട് ഈസി വേണം, എല്ലാം കുറച്ച് ഓവറായിട്ട് വേണം. അപ്പോഴാണ് നമുക്ക് റൈസ് ഇടുമ്പോ സെറ്റ് ആവുള്ളൂ. മമ്മി വരും. മമ്മി ചെല്ലേ മെയിനേ. ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കിയാ മതി. ഉണ്ടാ എരി കുറച്ച്? അല്ല, ചോറായിടാവുമ്പോ റെഡി ആയിക്കോളും. ഉപ്പുണ്ടെന്നാണ് മമ്മി. റൈസ് വരുമല്ലോ. റൈസ് ഇടേണ്ടതാ, കുറച്ചുകൂടി നിക്കണം, ഓവറാവണം. അങ്ങനെ കിറ്റി പാളിപ്പോയി. ഇതന്നെയല്ലേ മലയാളത്തിൽ ചോദിച്ചേ? ഉപ്പും തന്നെയല്ലേ ഇടണോ? നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഉപ്പിട്ടില്ലേ. അതെ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇടേണ്ടത് റൈസ് വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്ത്. ഓക്കെ ടേസ്റ്റ് ചെയ്ത് ഇപ്പൊ തീരും ഗൈസ്. പകുതി ചിരിയിലുണ്ടെല്ലാം സെറ്റ്. ഗൈസ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന റൈസ് ആണ്. മമ്മിയുടെ നമ്മള്
എത്ര ഗ്ലാസ് വെച്ചത് നമ്മള്? 3.5 ഗ്ലാസ് വെച്ചിട്ടുള്ളത്. റൈസ് നമുക്ക് ഇതിലിടാം കേട്ടോ. കിട്ടോ? നമ്മൾ ഈ ഗ്ലാസ്സിലാണ് റൈസ് എടുത്തത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ 3.5 ഗ്ലാസ് റൈസാണ് നമ്മൾ എടുത്തിട്ടിരുന്നത്. അപ്പോൾ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഇരട്ടി, അതായത് 7 ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. റൈസ് ഇടാനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തക്കാളി റൈസ് കണ്ടിട്ടുണ്ടോ ഗൈസ്? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പെട്ട സാധനം. ലാസ്റ്റ് പറയാൻ വേണം. അതൊരു നല്ല തീരുമാനമാണ്. മമ്മിയുടെ ഒരു കമന്റ് അവിടെ ഉണ്ട്, തിന്നാൻ പറ്റണമെന്ന്. ഇല്ല, പറ്റും. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും 7 ഗ്ലാസ് മമ്മി 7 ഗ്ലാസ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. അതായത് നമ്മൾ എത്ര റൈസ് എടുത്തോ അതിന്റെ ഇരട്ടി. അതൊക്കെ മനസ്സിലായി. എത്ര വട്ടം വരണം മനസ്സിലാവാത്തുണ്ടെങ്കിലോ ലാസ്റ്റ് ബെഞ്ചേഴ്സ് ഉണ്ടാവും. ഈ സാധനം പറ്റുമോ? ഓക്കെ, മിക്സ് ചെയ്യാം. എന്നിട്ട് വേഗം അടച്ചു വെക്കാം കേട്ടോ. അതിന്റെ എവിടേക്കും പോവാണ്ടോ? ഇല്ല, നല്ലൊരു ഫ്ലോ അല്ലേ. മമ്മീന്റെ അടച്ചോ? ഞാൻ അടക്കാം. നീ അടക്കണ്ട, ആൾക്കാരായി ക്യൂ ആയി അടക്കാൻ. മതി. ഇനി നമ്മള് 1 അടി 2 അടി അടിക്കാം. ശരി, നമ്മൾ അടക്കാണ്. ഒരു പണി എടുക്കേണ്ട, അവസാനം അടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സവാള ഇനി നമ്മള് 2 വിസിലിന് ശേഷം വീണ്ടും കാണുന്നതായിരിക്കും. ഇത് കുറച്ച് വെക്കണ, കൂട്ടി വെക്കണ? കൂട്ടി വെച്ചോ? ഒരു മീഡിയത്തിലാക്കി വെക്കാല്ലേ? എന്നാ മീഡിയം വെച്ചോ. അടുത്തായിട്ട് നമ്മള് ഈ തക്കാളി ചോറിലെ കുറച്ചുകൂടി ടേസ്റ്റ് ആവാനായിട്ടാണ് നമ്മള് മുട്ട പുഴുങ്ങിയതും കൂടി ആഡ് ചെയ്യാണ്. പിന്നെ ഒരു ചെറിയൊരു സാലഡും പ്ലാൻ ഉണ്ട്. നമുക്ക് ആദ്യം മുട്ട സോറി ഗൈസ്, മുട്ട പുഴുങ്ങിയത് മമ്മിയല്ലേ ഗൈസ്? മുട്ടെന്നാണ്, മമ്മിയാണ് മുട്ട പുഴുങ്ങിയത്. ഫുൾ ടൈപ്പാണ് ഗൈസ്. ഓക്കെ, മുട്ട പുഴുങ്ങിയിട്ട് നമ്മള് അപ്പൊ നമ്മുടെ 2ാമത്തെ വിസിലിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 വിസിലടിച്ചു. നമ്മൾ കുക്കർ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. എന്താവും അറിയില്ല, എന്തായാലും നോക്കി നോക്കാം. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞു, നമ്മളിത് തുറന്നു നോക്കാം കേട്ടോ. വിസിലൊക്കെ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടില്ല, അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. സ്മെല്ല് ഒരു രക്ഷയില്ല. തമിഴ്നാട്ടിൽ പോയൊരു ഫീലാണ് ഇപ്പോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ നല്ല ചൂട് തക്കാളി ചോറ് റെഡി ആയിട്ടാ. ഡാഡി നമ്മുടെ ടൊമാറ്റോ റൈസ് ടേസ്റ്റ് ചെയ്യാണ്. ഡാഡി ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ പറയുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. തമിഴ്നാട് സ്പെഷ്യൽ ടൊമാറ്റോ റൈസ്. സൂപ്പർ. അപ്പൊ സംഭവം ഏറ്റു ഗൈസ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ തമിഴ്നാട് സ്പെഷ്യൽ ടൊമാറ്റോ റൈസ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നേക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? യമ്മിയാണോ? നോക്കിട്ട് പറ, യമ്മിയാണ് ആണോ? എങ്ങനെയുണ്ട് മമ്മി? സൂപ്പർ. ജനുവിനായിട്ട് പറ, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടേ? ഉപ്പ് മുളക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എല്ലാം കറക്റ്റ് പറഞ്ഞു പഠിപ്പിച്ചതാ. സെറ്റ്. ഇനി നീ പറഞ്ഞേ. ജെന്യൂനായിട്ട് പറയട്ടാ. മുട്ടയൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ടമ്മേ? അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.